വേറെ ഒരാളുണ്ട്. മധുരൊക്കെ പൊക്കിയല്ലോ. ഇത്രയും കഥയെ കൊച്ചേ അറിയത്തുള്ളൂ. കഥ ഇനിയും കാണാൻ കിടക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സാധനം കിട്ടി. എന്നിട്ട് ഞാനാണെങ്കിൽ അതെടുത്ത് നോക്കി. അതൊരു കല്ലായിരുന്നു, അതെടുത്ത് തിളങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര ശബ്ദം കേട്ടാ ഞാൻ ബാക്കിലേക്ക് പോയത്. ബാക്കിലായിരുന്നു. അപ്പൊ അതെനിക്ക് ആ മണ്ണിന്റെ ഇടയ്ക്ക് നിന്ന് ഞാനത് എടുത്തു. അപ്പൊ തന്നെ എന്റെ കൈ ഭയങ്കരമായിട്ട് ഷോക്ക് അടിച്ചു. ഞാൻ ഭയങ്കര പാനിക് ആയി പോയിരുന്നു. ബട്ട് ഞാനത് എടുത്തു. ഇവിടെ സത്യമായിട്ട് പറയുവാ. നീ ഇവിടെ വരെ ഞാൻ കാണിച്ചു തരാം. നിന്നെ ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുവരാം. ഭയങ്കരമായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ കാരണം അത് എനിക്ക് ഭയങ്കര വിറയ്ക്ക് വന്നു. എനിക്കിപ്പോൾ ഭയങ്കര പേടി. എനിക്ക് അപ്പം തന്നെ ഭയങ്കര തലവേദന എടുക്കും. എന്തൊക്കെ ആയിപ്പോയി. ഞാനത് വന്നിട്ട് അതിങ്ങനെ മൂടി വെച്ചേക്കോ. ഭയങ്കര ലൈറ്റായി. എന്നിട്ട് അത് എൻ്റെ അനുവാദിക്കകത്ത് വെച്ചു. എനിക്ക് എന്തോ സ്ട്രെയിഞ്ച്, ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്ക് ഭയങ്കര, ഞാൻ ഇതിനെ പിന്നെ വിളിക്കാം. ശരി, വെള്ളം കുടിക്കട്ടെ. നിർത്തില്ലല്ലോ. ഹലോ, എന്തിനാ വിളിച്ചത്? എന്തിനാ വിളിച്ചത്? കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ മറ്റേ ഫ്രണ്ട്സ് റോമൻ കൺട്രിവേനില്ലേ, അത് ഞാൻ എടുത്തായിരുന്നു. മറ്റേ നമ്മുടെ ഗ്രീൻ സ്ക്രീനില്. അപ്പൊ ഞാൻ നിനക്കത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നീ ഒന്ന് എഡിറ്റ് ചെയ്തേക്കണം. ഗ്രീൻ സ്ക്രീൻ എടുത്തല്ലേ, കുഴപ്പമില്ല. പിന്നെ എന്നെ കുറച്ചൊരു മറ്റേ ആന്റണിയെ വിളിച്ചായിരുന്നു. എന്തിനാ? ആന്റണിയെ വിളിച്ചിട്ട് പറഞ്ഞു അവനെന്തൊരു കല്ല് കിട്ടിയിരുന്നു. കല്ലോ? അപ്പൊ എന്നാ നീ ഒന്ന് നാളെ വന്നേക്കുവോ? ഒന്നാമത് ഞാൻ അവിടെ പനി പിടിച്ചിരിക്കും. അപ്പൊ നാളെ വരാൻ ചാൻസ് ഇല്ല. ഓ വരില്ലല്ലേ? എന്നാ കുഴപ്പമില്ല. നീ എന്താ ഞങ്ങളെ വിളിച്ചേ? ചുമ്മാ ബോറടിച്ചിട്ടുള്ളപ്പോ വിളിച്ചാ. അപ്പൊ നീ എന്താ കഴിഞ്ഞ ദിവസം എന്റെ ഫോൺ വിളിച്ചിട്ട് മറ്റേ ഇവിടെ കല്ലോ മടലോ എന്തോ കിട്ടിയത്? അത് പറയാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഫോൺ നോക്കി. അപ്പോൾ അവിടെ ആയിട്ട് ഞാൻ വീടിൻ്റെ സൈഡിൽ മതിൽ പൊളിഞ്ഞ കണ്ടായിരുന്നു. അങ്ങോട്ടേക്കൊരു എന്തോ ഒരു സാധനം വന്ന് വീണു. ശബ്ദം കേട്ടു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എന്തൊക്കെ ഇളകിയൊക്കെ പോയി. ഞാൻ വേറെ ഫോൺ എടുത്ത് എറിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി നോക്കി. അപ്പോൾ ആ മതിൽ മൊത്തം പൊട്ടിപ്പോയി. ഞാനിപ്പോൾ അവിടെ നോക്കിയപ്പോൾ അത്ര ഒരു തിളങ്ങുന്ന കല്ല്. അത് എടുത്തപ്പോൾ തന്നെ അത് ആദ്യം എടുത്തില്ല, ഭയങ്കര തിളക്കമായിരുന്നു. ഞാനപ്പം അപ്പത്തേക്ക് ശബ്ദം കേട്ട ആൾക്കാരൊക്കെ അവിടെ വീണ്ടും അവിടെയൊക്കെ ഉണ്ട്. ഞാൻ എടുത്തപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പുറകോട്ടേക്ക് ഞാൻ ഒന്ന് ഫ്രീസായി പോയവരായി പോയി. ഭയങ്കരമായിട്ട് മരണിച്ചൊക്കെ കയറി വന്നു. എന്നിട്ട് ഞാൻ ആ കല്ല് ഭയങ്കര തിളക്കാം. ഞാൻ അത് എടുത്തോണ്ട് ഞാൻ എന്നിട്ട് എൻ്റെ അലമാരി അതിനകത്ത് പൊടിഞ്ഞ് വെച്ചേക്കാം. അപ്പൊ തൊട്ട് എനിക്ക് എന്തൊക്കെയോ പോലെ മൈൻഡിൽ കൂടെ എന്തൊക്കെയോ പോലെ ആയിപ്പോയി. അപ്പൊ ഞാൻ നിന്നെ ഇന്നലെ ഇന്നലെ നീ എന്നെ വിളിച്ചപ്പോഴാണെങ്കിൽ നീ കാര്യം പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് നീ ചുമ്മാ കളിപ്പിക്കാൻ പറഞ്ഞാണ്. എനിക്കറിയാം, ഞാൻ വേറെ കല്ല് കാണിച്ചോ. ഇതാണ് സാധനം. തൊടല് തൊട്ട് നോക്കിയാലേ ത്രില്ലുള്ളൂ. ത്രില്ല് മണ്ണാങ്കട്ട. എനിക്കിത് അടിച്ചപ്പോ ഷോക്ക് കയറിയതേ. വല്ലാണ്ടായി. നീ നോക്ക്. ഇല്ലല്ലോ. എനിക്ക് പേടി തൊടാൻ. ഞാൻ ആദ്യം തൊട്ട് പിന്നെ ഇത് വെച്ചിട്ട് പിന്നെ നോക്കിയിട്ടില്ല. നീ തൊട്ട് പോളന്ന്. പിന്നെ എന്നാ പരിപാടി? നീ എന്താ ഞങ്ങളുടെ കൂടെ തന്നെ? എന്റെ വീട് അവിടെ അല്ലേ? നമുക്ക് മന്തി കഴിക്കാൻ പോയാലോ? പോവാ. പൈസ ഉണ്ടോ? പൈസ ഉണ്ടോ?
ഇപ്പോഴാണെങ്കിൽ പണ്ടത്തെ വെക്കേഷൻ്റെ ഒരു വൈബും ഇല്ല. അവന്മാരായിരിക്കും. ഇതിന് ഞാൻ എവിടെയോ അതല്ലേ ഇത്? എനിക്ക് വല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു ബുക്ക് കിട്ടുമായിരുന്നെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് നാളെ 21. നാളെ സ്റ്റോറി ഇടാൻ ഈ ഫോട്ടോ ഉണ്ട്. കൊണ്ടില്ല, വീഡിയോ എടുക്കണമല്ലോ. ശരി. സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ വന്നിരിക്കുന്ന എൻ്റെ ഒരു ഹോം ടൂർ ആയിട്ടാണ്. ഞാൻ എൻ്റെ മുറിയാണ് ആദ്യം കാണിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ മുറിയിലോട്ട് പോവാം. സോ ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ മുറി. നോക്കൂ, റൊണാൾഡോ, ഞങ്ങള് റൊണാൾഡോ ഫാൻസ് ആണ്, ഞാനും എൻ്റെ ചേട്ടനും ഒക്കെ. കണ്ടോ ഗൈസ്, ഒക്കെ സൂര്യയുടെ മറ്റേ മാസ സിനിമ, പിന്നെ ആണെങ്കിൽ അവഞ്ചേഴ്സിന്റെ ഒക്കെ, അവഞ്ചേഴ്സ് അല്ല അയൺമാന്റെ ഒക്കെ ഉണ്ട് ഗൈസ്. ഒരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്റെ മുറിയിൽ അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാൻ പറ്റിയൊരു സംഭവം ഇല്ല. ഇവിടെ നിന്നല്ലേ നമ്മുടെ സൗണ്ട് കേട്ടെ. വീഡിയോ ഓഫ് ചെയ്യേണ്ടി വരുമല്ലോ. നിഗൂഢ യുഗം, ദ ഏജ് ഓഫ് മിസ്റ്ററി. ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എടുക്കാം ഗൈസ്. ഈ ബുക്ക് ഇത് എവിടെ നിന്ന് വന്നത് എന്നെ സംഭവം ഒന്നും എനിക്കറിയത്തില്ല. ഫുള്ളും മിസ്റ്ററി ആണ്. അതിന്റെ പേര് പോലെ തന്നെ. ഞാൻ ബാക്കി അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം ഗൈസ്. പിന്നെ ഈ ബുക്കില് കുറെ വലിയ വലിയ ആൾക്കാരുടെ പേരുകൾ മൊത്തം മിസ്റ്ററിയാണ്. ഈ ബുക്കിന്റെ മിസ്റ്ററി ഞാൻ ക്രാക്ക് ചെയ്യും. കുറെ വലിയ ആൾക്കാരുടെ പേരില്ലേ, എന്റെ പേരും കൂടി ഇരിക്കട്ടെ.